നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 725 725. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 725. ഇന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് ശ്രീകൃഷ്ണ കഥാമൃതം 3-ാമത്തെ ഭാഗം, അതായത് ഉപാസനാകാന്ഡം. ആദ്യം ബാലകാന്ഡം, അത് കഴിഞ്ഞിട്ട് ലീലാകാന്ഡം, അത് കഴിഞ്ഞിട്ട് ഉപാസനാകാന്ഡം. അങ്ങനെ 3 കാണ്ഡങ്ങളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത്. അതിൽ 1-ാമത്തെ സർഗം മഹർഷി ശാപം. ശ്രദ്ധിക്കുക. ശ്രീമൻ മരുൽപുരാവാസം തമാലശ്യാമളം മഹ ഉപാസ്മഹേ വയം ഭക്തേ ഭവദ്വാന്തവിനാശനം. കുറച്ചൊരു സാൻസ്ക്രിറ്റ് ചൊവ്വുള്ളൊരു ശ്ലോകമാണത്. ശ്രീമൽപുരാവാസം, ശ്രീമന്മരുൽപുരാവാസം, ഗുരുവായൂരെന്നർത്ഥമായി. മരുൽപുരാവാസം തമാലശ്യാമളം മഹ ഉപാസ്മഹേ വയം ഭക്തേ ഭവദ്വാന്തവിനാശനം. അതായത് ഭവഭയനാശനം എന്ന് പറയും. ഭയഭവ. 2-ാമത്തെ ശ്ലോകോ ആർത്തൻ മൃദുസ്മിതച്ചേലൊന്നകതാരിൽ വിളങ്ങുവോൻ. ആരുടെ? മൃദുസ്മിതച്ചേലൊന്നകതാരിൽ വിളങ്ങുവോൻ. അതായത് ഈശ്വരനെ മനസ്സിൽ സ്മരിച്ച് നടക്കുന്നവനെ അരുളും മൊഴിയോരോന്നും ഈശ്വരദേശതുല്യമാം. ഈശ്വര ആദേശതുല്യം, ഈശ്വര ദേശമല്ല, ഈശ്വര ആദേശതുല്യമാം. ഈശ്വരൻ്റെ ആദേശാണ് എന്ത്? അവരവർ ഈശ്വരനെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ ഒരു ആദേശം വരും. എവിടുന്ന് വരും? ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ തോന്നും. അതന്നെ ചെയ്യാൻ പാടും. അതായത് ഈശ്വരൻ നമ്മൾക്ക് ഉള്ളിൽ ഇരുന്ന് പ്രചോദനം തരുന്നു പറഞ്ഞാൽ അതാണ് ഭംഗി കൂടുക. ഈശ്വരൻ അവരവരുടെ ഉള്ളിൽ, ശ്രീലകത്തുനിന്നല്ല, അവിടെയാണ് പ്രശ്നം. ആർദ്ദൻ മൃദുസ്മിതച്ചേലൊന്നകതാരിൽ വിളങ്ങുവോൻ അരുളും മൊഴിയോരോന്ന് ഈശ്വരദേശതുല്യമാം. ആ മഹാപ്രഭുവിൻ തൃക്കാലടിത്താരതി ഭാഗ്യവാൻ വന്നിച്ചു വന്നിരുന്നോതി വീണ്ടും ശാണ്ഡില്യമാമുനി. ഇവിടെ ശാണ്ഡില്യൻ എന്നുള്ള ആളാണ് ഉപാസന കാണ്ഡത്തിൽ തുടക്കം വയ്ക്കുന്നത്. ആ മഹാപ്രഭുവിൻ, ശ്രീകൃഷ്ണൻ്റെ തൃക്കാലെടുത്താരതി ഭാഗ്യവാൻ. ആരാണ് ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത്? വന്നിച്ചു വന്നിരുന്നോതി വീണ്ടും ശാണ്ഡില്യമാമുനി. ഗംഗാതീരത്തിൽ വെച്ച് അന്നാൾ വിശ്രുതൻ ബാദരായണി. ശുഖബ്രഹ്മർഷി. വിഷ്ണുരാധൻ്റെ മുമ്പാകെ വിസ്തരിച്ചുര ചെയ്യവേ. പ്രാസാണ് ഇവിടെ ഒപ്പിച്ചിട്ടുള്ളത്. വന്നിരുന്നോ അല്ല, ഗംഗാതീരത്തിൽ വെച്ചന്നാൾ വിശ്രുതൻ ബാദരായണി. പേര് കേട്ടിട്ടുള്ള ശുഖബ്രഹ്മർഷി. വിഷ്ണുരാധൻ എന്ന് പറഞ്ഞാൽ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പാകെ വിസ്തരിച്ചുര ചെയ്യവേ. ദിവ്യാമൃതം അതാ കണ്ഠം
ദിവ്യാമൃതം ദിവ്യാമൃതം അവിടെ എന്തോ ഒരു പശകുണ്ട്, എന്നോട്ടെ ഒന്ന് പഠിക്കട്ടെ ഞാൻ. ദിവ്യാമൃതം അത് അഖണ്ഡം നുകർന്നു മഹിതാശയൻ. ഉറക്കെ പാടി കേട്ടു. ദിവ്യാമൃതം അതാകണ്ഠം നുകർന്നു മഹിതാശയൻ ശ്രീകൃഷ്ണചരണാംഭോജ പ്രേമ നിർവൃത്തനെത്രയും. ആ ഒരു വാക്ക് ശ്ലോകത്തിൻ്റെ 2 വരി. ശ്രീകൃഷ്ണ ചരണാംഭോജ, ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ, താമര സദൃശമായ തിരുപാദപത്മങ്ങൾ പ്രേമ നിർവൃതനെത്രയും, പ്രേമം കൊണ്ട് നിർവൃതി അടഞ്ഞവൻ അർത്ഥം. അത് ശാരീരികമല്ല, ആധ്യാത്മികമാണ്. 1 വട്ടം ആധ്യാത്മികമാണ്, 2 വട്ടം ആധ്യാത്മികമാണ്, 3 വട്ടം. വിഷ്ണുരാധൻ്റെ മുമ്പാകെ വിസ്തരിച്ചുര ജൈകവേ ദിവ്യാമൃതമതാഖണ്ഡം നുകർന്നു മയിദാശയൻ ശ്രീകൃഷ്ണചരണാംബോജ പ്രേമ നിർവൃതനത്രയും. വേദാന്ത തത്വജ്ഞനെങ്കിലും ഹരിലീലയിൽ മാനസം മധുരിച്ചും കൊണ്ട് ആനന്ദം മലതല്ലുവോൻ, ആനന്ദം തിരതല്ലുവോൻ. എങ്ങനെ? വേദാന്ത തത്വജ്ഞനെങ്കിലും ഹരിലീലയിൽ മാനസം മധുരിച്ചും കൊണ്ട് ആനന്ദം മലതല്ലുവോൻ. ഉഷസ്സിൽ അംബുജാക്ഷൻ്റെ മന്ദസ്മിത മനോഹരം ശ്രീമുഖം കണ്ടുവന്നീടും എത്രയോ പുണ്യശാലികൾ. ആരാ പുണ്യശാലികൾ? എണീറ്റ് ഉടനെ കൈകാല് ശുദ്ധി വരുത്തി ഭഗവാനെ നമ്രശിരസനായിട്ട് മനസ്സിൽ കരുതണു. മനസ്സിൽ കരുതിയാൽ മാത്രമേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു ഗുണം ഉണ്ടാവില്ല തന്നെ. മനസ്സിൽ കരുതിയാൽ ആ മനസ്സിൻ്റെ ഉടമസ്ഥൻ സങ്കല്പിക്കണതും ആലോചിക്കണതും ചെയ്യണതൊക്കെ പോസിറ്റീവാവും. വേദാന്ത തത്വജ്ഞനെങ്കിലും ഹരിലീലയിൽ മാനസം മധുരിച്ചും കൊണ്ട് ആനന്ദമലതല്ലുവോൻ. ഉഷസ്സിൽ അംബുജാക്ഷൻ്റെ മന്ദസ്മിത മനോഹരം ശ്രീമുഖം കണ്ടുവന്നിടും എത്രയോ പുണ്യശാലികൾ. പ്രദക്ഷിണ നമസ്കാര ജപധ്യാന വിശുദ്ധരായി. എങ്ങനെയാണ് വിശുദ്ധി ഉണ്ടാവുന്നത് ഒരാൾക്ക്? XYZ ആർക്കായിക്കാലും ശരി. പ്രദക്ഷിണ നമസ്കാര ജപധ്യാന 4 കാര്യങ്ങൾ പറഞ്ഞു. ഭഗവാനെ നമസ്കരിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ പോയി ഭഗവാന്റെ ശ്രീലകത്തുള്ള മൂർത്തിനെ നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, ജപം ചെയ്യുക, ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക. പ്രദക്ഷിണ നമസ്കാര ജപധ്യാന വിശുദ്ധരായി പ്രസാദകളഭം അണിഞ്ഞാനന്ദവായ്പോഴും. പ്രസാദകളഭം ചന്ദനം ചാർത്ത് നെറ്റിക്ക് അണിഞ്ഞാനന്ദവായ്പോടും. തന്നിൽ താൻ കൺകുളിർപ്പൂവോ കൺകളുൾ പൂ, തന്നിൽ താൻ കൺകൾ ഉൾപ്പൂവോ കൃഷ്ണലീലയിലാവിധം കളായ കോമളശ്യാമനുണ്ണിതൻ കണ്ണിലുണ്ണികൾ. കൃഷ്ണലീലയിൽ ആവിധം കളായ കോമള ശ്യാമനുണ്ണിതൻ കണ്ണിലുണ്ണികൾ. കഥാമൃതം നുകരുവാൻ കാതും കൂർപ്പിച്ചിരിക്കവേ. ശ്രീകൃഷ്ണനെ പറ്റി ആരെന്താ പറഞ്ഞത് അത് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കണം. കഥാമൃതം നുകരുവാൻ കാതും കൂർപ്പിച്ചിരിക്കവേ ചൊല്ലിത്തുടങ്ങി മധുരം മേഘഗംഭീര നിസ്വനൻ. പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി പറയാൻ തുടങ്ങി. ഈ വണ്ണം അത്യന്തോദാര ദിവ്യലീലാ മനോഹരൻ. ഈ വണ്ണം അത്യന്തം ഉദാര ദിവ്യലീലാ മനോഹരൻ ഭഗവാൻ കരുണാമൂർത്തി കമനീയ ഗുണാലയൻ. ഭഗവാൻ ആരാ? കമനീയ ഗുണാലയൻ. ആലയം എന്ന് വീടെന്നർത്ഥം. കമനീയമായ ഗുണങ്ങളുടെ വീടായിട്ടുള്ളവൻ എന്നർത്ഥം.
പുണ്യം തിങ്ങിയിടുമേവർക്കും കണ്ണും കരളും എത്രയും കുളിർപ്പിച്ച ഘനശ്യാമകോമളൻ വിശ്വമംഗളൻ. ഭഗവാൻ ആരാ? വിശ്വമംഗളൻ. വിശ്വത്തിൽ ഓരോരുത്തർക്കും മംഗളത്തെ പ്രദാനം ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നവനാണ്. പുണ്യം തിങ്ങിയിടുമേവർക്കും കണ്ണും കരുളും എത്രയും കുളിർപ്പിച്ച ഘനശ്യാമൻ കോമളൻ വിശ്വമംഗളൻ. വരാൻ പോകും മുമുക്ഷുക്കൾക്കെന്നേക്കും അനുഗ്രഹം. വരാൻ പോകുന്ന ആൾക്കാർക്ക് നന്മ വരുത്താൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ അല്ലേ. വരാൻ പോകും മുമുക്ഷുക്കൾക്കെന്നേക്കും അനുഗ്രഹം വാരി വർഷിപ്പതിനോർത്താൻ അവശേഷിച്ച ലീലയാൽ. ഉപാസന ചെയ്ത് ഉപാസനയുടെ മഹത്വങ്ങൾ വിളിച്ച് പറഞ്ഞാലല്ലേ എനിക്ക് നിങ്ങൾക്കും ഭഗവാനെ ഉപാസന ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വരാൻ പോകും മുമുക്ഷുക്കൾക്കെന്നേക്കും അനുഗ്രഹം വാരി വർഷിപ്പതിനോർത്ത് അവൻ ശേഷിച്ച ലീലയാൽ. യദുക്കൾ പാണ്ഡവന്മാരെന്നിവരെ കൊണ്ടു ദൈത്യരെ നിഗ്രഹിപ്പിച്ചു ഭൂഭാരം നശിപ്പിച്ചു മഹാപ്രഭു. ഭഗവാൻ എന്ത് ചെയ്തു? യദുക്കൾ പാണ്ഡവന്മാരെന്നിവരെ കൊണ്ടും ദൈത്യരെ നിഗ്രഹിപ്പിച്ചു. മഹാഭാരത യുദ്ധം കൊണ്ട് ഭൂഭാരം നശിപ്പിച്ചു മഹാപ്രഭു. ഭക്തിയും ജ്ഞാനവും മറ്റും വിളയേണ്ടും മനുഷ്യനിൽ. മനുഷ്യനിൽ എന്താ വിളയേണ്ടത്? പാടത്ത് ഗോതമ്പോ നെല്ലോ ചാമയൊക്കെ വിളയാം. മനുഷ്യനിലോ ഭക്തിയും ജ്ഞാനവും മറ്റെന്ന് പറഞ്ഞാൽ വൈരാഗ്യം എക്സെട്ര. ഭക്തിജ്ഞാന വൈരാഗ്യം വിളയണ്ടും മനുഷ്യനിൽ വിഷയേച്ഛകൾ വേരോടെ പുഴുങ്ങിയിടേണമത്തരം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തെറ്റും ചെയ്യും. ഞാനിത് പറയും, നിങ്ങൾ തെറ്റും. എന്താ? വിഷയേച്ഛകൾ വേരോടെ പുഴുങ്ങിയിടേണമത്തരം. പുഴുങ്ങുക എന്ന് പറയണമെങ്കിൽ പിന്നെ പിടിച്ച് വലിച്ചെറിയുക. വേരോടുകൂടി വലിച്ചെറിയണം. എന്തിനെ? വിശേഷകൾ. പാട്ട് കേൾക്കണം എന്നുള്ള താല്പര്യം, സിനിമ കാണണം എന്നുള്ള താല്പര്യം, സ്വയം പാടാൻ പറ്റിച്ച പാടിക്കോളൂ. എന്താ പാടേണ്ടത്? എന്നെ തപം ചെയ്തേനോ അല്ലേ, അങ്ങനെ എന്തോന്നില്ലേ? എന്നെ തപം ചെയ്തേൻ. യശോദ എന്താണ് തപസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് ഗാനങ്ങൾ ചെയ്യുക, ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ആലപിക്കുക, കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ പാടുക, ഭാഗവതം പാടുക, ഗാനം ചെയ്യുക. അപ്പോൾ വിശേഷകൾ വേരോടെ പുഴങ്ങിയിടേണം അത്തരം വൈരാഗ്യമുളവാക്കിയിടാനതും അല്ല അംബുജക്ഷണൻ രുക്മിണ്യാദി മഹാലക്ഷ്മിമാരോടൊത്തുല്ലസിക്കുവാൻ. 16,008 കാമിനിമാർ, അതായത് ഭഗവാനിൽ കാമന ഉള്ളവരെ നടത്തും. അല്ലാണ്ട് പണ്ടം വേണം പട്ടുപ്പുടവ വേണം എന്നുള്ളതല്ല, ഭഗവാൻ വേണം അവർക്ക്. അപ്പോൾ വൈരാഗ്യമുളവാക്കിയിടാനതും അല്ല അംബുജേക്ഷണൻ രുക്മിണ്യാദി മഹാലക്ഷ്മിമാരോടൊത്തുല്ലസിക്കുവാൻ. ഗൃഹാദികളിൽ ആസക്തി ലേശം കൂടാതെ മന്നിതിൽ. ഗൃഹാദികളിൽ ആസക്തി ലേശം പാടില്ല. ഇന്ന് വാട്സപ്പിൽ കുംഭമേളയോടനുബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒരു യങ് ജെന്റിൽമാൻ നടക്കുകയാണ് ഇന്ത്യയിൽ ഈ മഹാകുംഭമേളയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ, നമ്മൾക്ക് അത്തരം ജ്ഞാനമില്ല. അതാണ് അയാൾ എങ്ങനെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കരമാർഗം 4 വർഷം എടുത്തു ഇന്ത്യയിലെത്താൻ. 4 വർഷം രാവും പകലും നടക്കുക, അല്ല രാത്രി കിടന്നുറങ്ങും എവിടെയെങ്കിലും. കാടും മേടും മലയും പർവ്വതങ്ങളും ഒന്നുമില്ല കയ്യിൽ, ഉടുതുണിക്ക് മറുതുണി മാത്രം. അദ്ദേഹം പറയണത് എങ്ങനെ ഹിന്ദി പഠിച്ചത് എന്ന്. അദ്ദേഹം പറയണു
ഇന്ത്യയിൽ നിന്ന് സനാതനധർമ്മത്തെ പറ്റിയിട്ടുള്ളതൊക്കെ കേൾക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം ഒരു കൊല്ലായി. ഇന്ത്യ അവിടെയും ഇവിടെയൊക്കെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുംഭമേളയിലുണ്ട് അദ്ദേഹം. നമ്മളൊക്കെ അച്ഛനമ്മമാരാണല്ലോ. നമ്മുടെ ഒരു മകൻ അങ്ങനെ പോണത് നമുക്ക് ഇഷ്ടമാവുമോ? ആവണില്ല. കാരണം എന്താ? നമ്മൾക്ക് തീവ്രമായിട്ട് സനാതനധർമ്മം തലയ്ക്കടിച്ചിട്ടില്ല. അയാൾക്ക് അടിച്ചിട്ടുണ്ട്. 4 വർഷമായിട്ട് മൂപ്പര് ഇന്ത്യയിലെത്താൻ വേണ്ടി നടന്നു. 1 വർഷം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോ നല്ല ഹിന്ദിയാണ് പറഞ്ഞത്. ഞാൻ 36 വർഷം IIT-യിൽ ജോലി ചെയ്തു. എനിക്ക് മറാഠി സംസാരിക്കാൻ അറിയില്ല. കേട്ടാൽ അറിയും. കാരണം നമുക്ക് പ്രിയോറിറ്റി ഇല്ല. അതാണ്. എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് കൃഷ്ണരാമ ഗോവിന്ദ എന്ന് പറയാൻ, അല്ലെങ്കിൽ പറയിക്കാൻ, പഠിപ്പിക്കാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കണം. അതേമാതിരി IIT ബോംബെന്ന് എയറോസ്പേസിൽ BTech എടുത്തൊരു പയ്യൻ, പിന്നെ എന്തൊക്കെയോ ഫോട്ടോഗ്രാഫിയോ എന്തൊക്കെ ഉണ്ടായി കയ്യിൽ. അദ്ദേഹം ബോൺ സന്യാസിയാണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം? അപ്പം മറ്റേ സ്വിറ്റ്സർലൻഡ് എന്ന് പറയണ ഗംഗയുടെ മണൽത്തിട്ടയിൽ ആകാശം നോക്കി ഞാൻ കിടന്നു എന്നായുള്ള കവി ഭാഷയിലാണ് പറഞ്ഞത്. ഗംഗയുടെ മണത്തട്ടിൽ മൈനസ്, അവിടെ തണുപ്പുണ്ട്. 10 ഡിഗ്രിയാണത്രേ. മൈനസല്ല, 10 ഡിഗ്രി. ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും സനാതനധർമ്മത്തിനെ ബഹുമാനിച്ചില്ലെങ്കിലും അതിനെ ബഹുമാനിക്കുന്ന ആൾക്കാർ ഈ ലോകത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പ്രത്യേകിച്ച് ഭാരതത്തിനെയും ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെയും ഉൾക്കൊള്ളാൻ സാധിക്കാണ്ട് ചീത്ത വിളിക്കണ ബുദ്ധിശൂന്യന്മാരായിട്ടുള്ളവർ അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? മർത്യൻ വാഴേണ്ടതാം രീതി കാണിപ്പാനും കൃപാനിധി. ഭഗവാൻ എന്താ ചെയ്തത്? ഗൃഹാദികളിൽ ആസക്തി ലേശം കൂടാതെ മന്നിതിൽ മർത്യൻ വാഴേണ്ടതാം രീതി കാണിപ്പാനും കൃപാനിധി. ചിന്തിച്ചു സത്യസങ്കൽപ്പൻ വസുദേവകുമാരകൻ. ചിന്തിച്ചു കൃപാനിധി, ചിന്തിച്ചു സത്യസങ്കൽപ്പൻ വസുദേവകുമാരകൻ. തൃപ്പാദം ആശ്രയിച്ചേറെ വിലസും തൻ കിടാങ്ങളെ. തൻ്റെ മക്കൾ തൃപ്പാദം ആശ്രയിച്ചേറെ വിലസും തൻ കിടാങ്ങളെ. സമൃദ്ധിയുടെ ശൃംഗത്തിൽ മേവുന്നോരെ മുനീന്ദ്രരാൽ ശപിപ്പിച്ചു മുളങ്കാട്ടിൽ തീ പിടിച്ചതുപോലവേ. തൻ്റെ 16,008 ഭാര്യമാരിൽ 10 കുട്ടികൾ, അവരുടെ പേരക്കുട്ടികൾ അവരേനൊക്കെ നശിപ്പിക്കാൻ വേറെ ഭഗവാനല്ലാണ്ട് വേറൊരാൾക്കും സാധിക്കില്ല. അപ്പോൾ കാട്ടിൽ മുളകൾ ഉരസി തീയുണ്ടായിട്ട് മുളങ്കൂട്ടം നശിപ്പിക്കുന്ന പോലെ വിലസം തൻ കിടാങ്ങളെ സമൃദ്ധിയുടെ ശൃംഗത്തിൽ മേവുന്നോരെ മുനീന്ദ്രരാൽ ശപിപ്പിച്ച് മുളങ്കാട്ടിൽ തീ പിടിച്ചതുപോലവേ തമ്മിൽ കലഹമുണ്ടാക്കി നശിപ്പിച്ചുടനെത്രയും തെളിവാർന്നു നിജം ധാമം മണഞ്ഞാൻ അഖിലേശ്വരൻ. സ്വധാമപ്രാപ്തി പൂകി എന്ന് പറയുന്നു. വൈകുണ്ഠത്തിലേക്ക് എത്തിയ അദ്ദേഹം ലോകം ഭ്രമിച്ചുകൊണ്ട് അങ്ങിങ്ങലഞ്ഞിടും പലേതരം. ലോകര് ഭ്രമിച്ചുകൊണ്ട് അങ്ങിങ്ങലഞ്ഞിടും പലേതരം വിഷയങ്ങളിൽ നാളേക്കും മാറുന്നവയിൽ മാനസം. വിഷയങ്ങളിൽ നാളേക്കു മാറുന്നവയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ന് അനുഭവിച്ച സുഖമല്ല നാളെ അനുഭവിക്കണം തോന്നുന്നത്. അതിന് വല്ല അറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് വിശേഷിച്ചുക്കളാവരുത് എന്ന് പറഞ്ഞത്. വിഷയങ്ങളെ തടയാൻ സാധിക്കണം. അതിനാണ് മനസ്സിന് ജയിക്കാൻ സാധിക്കണം.
മനസ്സിനെയും ജയിക്കാൻ സാധിക്കണം. മനസ്സിനെ നമ്മൾ സ്ലേവാക്കണം. വിചാരധാര കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്. ലോകം ഭ്രമിച്ചുകൊണ്ടങ്ങിങ്ങലഞ്ഞിടും പലതരം വിഷയങ്ങളിൽ നാളേക്കു മാറുന്നവയിൽ മാനസം മയങ്ങില്ല. അത്തരം വിദ്യ രൂപ സൗന്ദര്യ മാധുരി, രൂപം സൗന്ദര്യം മാധുരി കേൾക്കുന്നവൻ്റെ ഹൃദയം പരമാനന്ദ സിന്ധുവിൽ. ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗവതത്തിൻ്റെ ഗരിമ എന്താ? ഇതാരാ കേൾക്കണത്? അവർക്ക് ആനന്ദം ഉണ്ടാവും. ഞാൻ കുറച്ച് സ്ലോ സ്റ്റാർട്ടറാണ്. ഞാൻ 47 വയസ്സുള്ളപ്പോഴാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ ഈ 29 കൊല്ലത്തിൽ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ചരണം മമ. എൻ്റെ ഭഗവാന്റെ തിരുപാദ പത്മങ്ങളാണ് എനിക്ക് ശരണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ മയങ്ങില്ല അത്തരം വിദ്യ രൂപ സൗന്ദര്യമാധുരി കേൾക്കുന്നവൻ്റെ ഹൃദയം പരമാനന്ദ സിന്ധുവിൽ. പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താഴാൻ സാധിക്കണം. മുങ്ങിക്കുളിർത്ത് വിലസുമ്മാവിധം മധുവാണികൾ പുകഴും പുണ്യവാന്മാരാൽ എത്രയും പരിചിന്തിതം. വീണ്ടും വീണ്ടും ചിന്തിക്കുക, വീണ്ടും വീണ്ടും ധ്യാനിക്കുക, വീണ്ടും വീണ്ടും ധ്യാനിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. സദാസേവ്യ സദാസേവ്യ. അപ്പോൾ മുങ്ങിക്കുളിർത്തു വിലസുമ്മാവിധം മധുവാണികൾ പുകഴും പുണ്യവാന്മാരാൽ എത്രയും പരിചിന്തിതം. വൃന്ദാവനത്തിലും മറ്റും പൊന്നിൻതള കുലുങ്ങവേ. ഭഗവാന്റെ വൃന്ദാവനത്തിൽ ബാലകാലം. വൃന്ദാവനത്തിലും മറ്റും പൊന്നിൻതള കുലുങ്ങവേ വിളയാടിയ വജ്രാങ്കുശാദി ചിഹ്നം മനോഹരം. ചിഹ്നം മനോഹരം. വിളയാടിയ വജ്രം അങ്കുശം ഭഗവാന്റെ പാതാരവിന്ദത്തിൽ മനോഹരം. ശ്രീപാദപങ്കജം തെല്ലൊന്ന് അലിഞ്ഞോർക്കുകിലേവനും. തെല്ലൊന്ന് അലിഞ്ഞ് ഓർക്കുകിൽ. അതായി തീര. നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആരേനെ ധ്യാനിക്കണത്? ശ്രീകൃഷ്ണ പരമാത്മാവിനെ. ധ്യാനിച്ച് ശ്രീകൃഷ്ണനിലാണ് ഒട്ടും തന്നെ. അദ്വൈതം, ദ്വൈതമല്ല അദ്വൈതം. ഭഗവാനും ഭക്തിയും ഭക്തനും ഒന്നായിത്തീരാം. ശ്രീപാദപങ്കജം തെല്ലന്നാലിഞ്ഞോർക്കിൽ കേവനും പരമപ്രേമമുൾ തെങ്ങി വെഴിഞ്ഞ് അഖില കർമ്മവും. എല്ലാ കർമ്മവും ഭഗവാനിൽ ലയിപ്പിക്കുക. A to Z. അതിൽ പാപപുണ്യങ്ങൾ എന്നുള്ളതില്ല. അതാണ്. അപ്പോൾ വിളയാടിയ വജ്രാങ്കുശാദി ചിഹ്നം മനോഹരം. ശ്രീപാദപങ്കജം തെല്ലൊന്നലിഞ്ഞോർക്കുകിൽ ഏവനും പരമപ്രേമമുൾ തെങ്ങി വെഴിഞ്ഞ അഖിലകർമ്മവും തന്നെത്താൻ നീങ്ങും ഈ വണ്ണം സർവാകർഷകമാംവിധം. ഭഗവാന്റെ കാര്യങ്ങൾ ആലോചിച്ച് കർമ്മം ചെയ്താൽ വേർക്കില്ല, മാത്രമല്ല ക്ഷീണിക്കില്ല. മനസ്സ് എപ്പോഴും ആനന്ദത്തിലാവും. അതുകൊണ്ട് തന്നെത്താൻ നീങ്ങും ഈ വണ്ണം സർവാകർഷകമാംവിധം സൽകവീശ്വരരെന്നെന്നും. സൽകവീശ്വർ കവീശ്വരന്മാരെ. കവികളെന്ന് പറഞ്ഞാൽ സത്യത്തെ ഉറക്കെ വിളിച്ചു പറയുന്നവരാണ് കവീശ്വരൻ. ഇപ്പം കവീശ്വരല്ല, കവീശ്വരന്മാരാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ശ്രീരാമൻ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, വികടമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കവിത എഴുതുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നഷ്ടപ്രണയമാണ് സബ്ജക്റ്റ്. പ്രണയം ഒരിക്കലും നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ടാണ് ആരെ പ്രേമിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചില്ല. ഞാനല്ല, നിങ്ങൾ പഠിച്ചില്ല. ഇത് എഴുതണവർ പഠിച്ചില്ല. കാരണം എന്താ? സ്വയം നശിക്കുന്ന വ്യക്തികളോടല്ല പ്രണയം വേണ്ടത്. എപ്പോഴും നശിക്കാതെ കണ്ടിരിക്കുന്ന ഈശ്വരനോടായിരിക്കണം നമുക്ക് പ്രേമം. അതിൽ എഴുത്തച്ഛനും പൂന്താനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്ക് നേരം വിളിച്ചായിട്ടില്ല. നമുക്ക് ഇലകളില്ലാത്ത മരങ്ങളാണ് നമ്മുടെ, അതായത് ഇന്നത്തെ മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ആവരുത്.
ശുഭാപ്തി വിശ്വാസം വേണം. ഒരു കവിത എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹം, ആ ജീവിതത്തിൽ നേടേണ്ടത് എന്താ ചോദിച്ചാൽ കാറും കോപ്പും ഒന്നുമല്ല, ഈശ്വരാധീനം. ഈശ്വരന് അധീനനാവണുണ്ടോ നമ്മൾ? ഈശ്വരാധീനം വരാതെ കണ്ടുള്ള ഒന്നും ജീവിതത്തിൽ വലപ്പുമില്ല. പ്രശ്നമുണ്ടോ? അപ്പോൾ തന്നെത്താൻ നീങ്ങും ഈ വണ്ണം സർവാകർഷകമാം വിധം സൽകവീശ്വരരെന്നെന്നും പുകഴ്ത്തും പുണ്യകീർത്തികൾ. അപ്പോൾ രാമായണവും ഭാഗവതം പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ ആ ഈശ്വരനെ കീർത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നോട് പലരും ചോദിക്കും, എത്ര നോവൽ വായിച്ചിട്ടുണ്ട്, എത്ര ചെറുകഥാ സമാഹാരങ്ങൾ, എത്ര കവിതകൾ വായിച്ചിട്ടുണ്ട്? സോറി, ഞാനൊന്നും വായിച്ചിട്ടില്ല. സത്യമാണ്. ഞാൻ ഈ രാമായണവും 18 പുരാണങ്ങളും മഹാഭാരതവും, പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് പുസ്തകം എഴുതാറുണ്ടോ? ആഹാ, വാൽമീകിനെക്കാട്ടിലും വ്യാസരെക്കാട്ടിലും എനിക്ക് കഴിവില്ല. അവരെഴുതിയതിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി പഠിക്കാൻ, അത് പഠിപ്പിക്കണമുണ്ട്. എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായത് അതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിന് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഉയരത്തിൽ ഭഗവാൻ എന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അവിടുന്ന് വീഴില്ല. കാരണം എന്താ? ഞാൻ ഭഗവാന്റെ തിരുവാദപത്മത്തിലാണ് ആശ്രയം തേടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവ കൊണ്ടിനിമേലാർക്കും വെളുപ്പംഭവസാഗരം കടക്കാം എന്ന് കണ്ടീശൻ പോകിനാൻ നിജമാം പദം. അപ്പോൾ ഈ ഭാഗവതത്തിനെ കൊണ്ട് ഭഗവാന്റെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെപ്പറ്റി കൂലങ്കഷമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ് ഭാഗവതം. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭാഗവതം പഠിക്കണം. എന്നിട്ട് ഈശ്വരനെ പുകഴ്ത്തണം, കീർത്തിക്കണം, സദാസമയം ഈശ്വരനെ ആരാധിക്കണം. എങ്ങനെ? മനസ്സിൽ വെച്ച്. ആ വ്യക്തിക്ക് ക്ഷീണമുണ്ടാവില്ല. പിന്നെ അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.